വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്റ്റോറീസ്. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആണ് വന്നേക്കണത്. നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ബിക്കോസ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഒരു ചാലഞ്ചിങ് വീഡിയോ ചെയ്യാൻ പോവാണ്. നമ്മൾ സാധാരണ ചാലഞ്ചിങ് വീഡിയോ ഒക്കെ കാണുമ്പോൾ മറ്റുള്ള വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ ചാലഞ്ചിങ് വീഡിയോ ഒക്കെ ആയിരിക്കും കാണുന്നത്. അപ്പൊ നമുക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ടാവും നമുക്ക് തന്നെ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ചാലഞ്ച് തുടങ്ങിയിട്ട് ഈ ഒരു ചാലഞ്ചിങ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതേപോലെ നമ്മൾ ഇന്നൊരു ചാലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. അത് നമ്മൾ ചെയ്യുന്നത് നാരങ്ങ ഈറ്റിംഗ് ചാലഞ്ച് ആണ്. അപ്പൊ ഈ ചാലഞ്ച് ഞാൻ ചക്കുവിന്റെ കൂടെയാണ് ചെയ്യണത്. അപ്പൊ നമുക്ക് ഈ ചാലഞ്ച് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഈ ഒരു ചാലഞ്ച് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പാത്രം നിറച്ച് നാരങ്ങ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ 2 കുഞ്ഞു പാത്രം വെച്ചിട്ടുണ്ട്. ഈ കുഞ്ഞു പാത്രം വെച്ചത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ നാരങ്ങ കഴിക്കും. നമ്മൾ കഴിച്ചാൽ നല്ല ചവച്ച് ആ നീര് ഫുൾ വായിട്ട് ഇറക്കിയിട്ട് ആ ഒരു തോട് ഇവിടെ വെക്കും. ഇപ്പൊ തന്നെ പല്ല് പൊളിക്കാണ് അത് പറയുമ്പോ തന്നെ. നമുക്ക് ഇതിന് തോട് വെക്കും. അപ്പൊ ഈ തോട് വെച്ചിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഈ നാരങ്ങ എന്നുവെച്ചാൽ നമുക്ക് പറ്റുന്നിടത്തോളം മാക്സിമം നമ്മൾ ഈ നാരങ്ങ കഴിച്ചു തീർക്കാൻ നോക്കുക. അവസാനം നമ്മൾ ഈ തോടൊക്കെ കൂടി എണ്ണിയിട്ട് കൂടുതൽ തോട് ആർക്കാണോ ഉള്ളത് അവരായിരിക്കും ഈ ചാലഞ്ചിൽ ജയിക്കുന്നത്. ആ ജയിക്കുന്നവർക്ക് വേറൊന്നുമല്ല, ഒന്നും കൊടുക്കാതിരിക്കില്ല. നമ്മൾ ഈ ഇത്രയും വലിയ ഡയറി മിൽക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാട്ടോ നമ്മൾ ചാലഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പൊ നമ്മൾ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത്രയും നാരങ്ങ നമ്മൾ ഇന്ന് തിന്നു കിടക്കണം. നമുക്ക് പറ്റുന്ന അത്രയും കഴിച്ചാൽ മതി. അല്ലാതെ അയ്യോ എനിക്ക് ജയിക്കണോ എന്ന് വെച്ചാൽ നമുക്ക് പറ്റണം, നമുക്ക് മതിയായിട്ട് കഴിക്കണമെന്നില്ല. നമുക്ക് പറ്റുന്ന അത്രയും കഴിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 ഗോ. ഒന്നാമത്തെ നാരങ്ങ കഴിച്ചിട്ടുണ്ട്. രണ്ടാം നാരങ്ങയോ അല്ല രണ്ടാമത്തെ നാരങ്ങ ഞാൻ 3 നാരങ്ങ കഴിച്ചത്. അയ്യോ പറ്റുന്നില്ല, പല്ലൊക്കെ പൊളിക്കണം. പറ്റില്ല, ഞാൻ ഡയറി മിൽക്കിനായിട്ട് ചാവാൻ തയ്യാറാ. ഞാനത് കഴിച്ച് തീർത്തിട്ട് ഈ ഡയറി മിൽക്ക് കൊണ്ടേ പോകത്തുള്ളൂ. ഞാൻ ഡയറി മിൽക്ക് മേടിക്കും. എന്ത് പൊടിയാ. അയ്യോ അയ്യോ അവളീ ചാലഞ്ച് തുടങ്ങിയപ്പോ ഞാൻ ഇതൊക്കെ കഴിച്ചു തീർക്കും. ഞാൻ തന്നെ ഡയറി മിൽക്ക് അടിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഞാൻ 4 വെച്ചിട്ട് ഇരിക്കുന്ന തോന്നുന്നു. എന്ത് പുളിയാ അതൊരു 5ാമത്തെ. കടിച്ചത് കണ്ണീന്ന് വായിലൊക്കെ കൂടെ വെള്ളം വന്നു.
ഇത്രയും എന്റെ തോട് കൊണ്ടിട്ട് നമ്മള് ചുണ്ടൊക്കെ ഇങ്ങനെ എന്താ പറയാ എന്തൊക്കെയാ തോന്നണം. ഇത്രയും വെച്ച് തന്നെ മതിയാക്കണം. മതിയാക്കിക്ക, ഞാനിത് കൊണ്ട് നോക്കിയാളാ, നീ മതിയാക്കിക്ക, നിനക്ക് വേണമെങ്കിൽ അവിടെ വെച്ചിട്ട് നോക്കിയാ. ഞാൻ ഡയറി മിൽക്ക് വെച്ചിട്ടേ പോകത്തുള്ളൂ. ഞാൻ ഡയറി മിൽക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഡയറി മിൽക്ക് കഴിക്കാല്ല. അത് ഓർത്തിട്ടാണ് ഞാൻ ഇത്രയും സഫർ ചെയ്ത് കഴിക്കണത്. അയ്യോ പുളിയന്റെ വായൊക്കെ പുളിക്കണേ. ഞാനിപ്പോ 6ാമത്തെ കഴിക്കാൻ പോവാ. ചിരസീട്ടൊക്കെ പോണം. അയ്യോ എനിക്ക് പറ്റുന്നില്ല. അതാണ്. അയ്യോ ചക്ക് ഇവളൊന്ന് നിർത്തിട്ട് പോയി. എനിക്ക് 2 കൂടി കഴിച്ചാന്ന് നിർത്തിട്ട് പോടി. നല്ല പുളിയാണ്. അയ്യോ എനിക്ക് പറ്റില്ല. മതി ഞാൻ കഴിച്ചാൽ ഞാനിവിടെ കുത്തി കിടക്കും. മതി. ഓക്കെ ഇനി കഴിക്കാൻ പാടില്ല. ചുറ്റ് ഓക്കെ ഞാൻ കഴിക്കണേ. സമാധാനം. അയ്യോ എന്തായാലും ചക്കു എന്നെ ഡയറി മിൽക്ക് കൊണ്ടു. കൊഴപ്പില്ല. ഇനി നീ ജയിച്ചടി. കഴിച്ചാ ജയിച്ചു. നാക്കിന്നൊക്കെ ഒരുമാതിരി പൊടിങ്ങനെ ഉറിഞ്ചി വരാണ്. സഹിക്കാണ്ടില്ല. ഈ തോട് നമ്മൾ ഈ തോടും കൂടി കഴിക്കില്ലേ, അപ്പൊ ഇതിന്റെ ആ തോടിന്റെ നീര് നാക്കിട്ട് കൊണ്ടിരുന്നോ ഇപ്പൊ കുത്തണ്. ഇത്രയും വലിയ ഡയറി മിൽക്കിന് വേണ്ടി ഞാൻ എന്ത് വെള്ളം കൂടി കഴിച്ചാൽ ഞാൻ ജയിച്ചു. ചക്കു ഇപ്പൊ ജയിച്ചു. ചക്കു ജയിച്ചു. രണ്ടായിട്ടുള്ളൂ. ചക്കുന് ഇതും കൂടി കഴിച്ചാൽ ഞാൻ നിർത്തി. എരിയും കുളിക്കണ എന്തൊക്കെയാണ് ഇവിടേക്ക് വിളിക്കുന്നു. കുളിക്കണ ചക്കുനിന് കുറച്ചും കൂടി കഴിച്ചവിടെ ജയിച്ചു. നിങ്ങൾ 8 കഴിച്ചെന്നോ? ഇവളും ഞാനും തമ്മിൽ 2 വയസ്സിന് വ്യത്യാസമുണ്ട്. പക്ഷേ ഇവള് 8 കഴിച്ചെന്ന് വെച്ചാൽ അതൊരു കാര്യം തന്നെയാണ് ഗൈസ്. ചക്കു ജയിച്ച്. നമുക്ക് എന്നാലേ ചക്കു ജയിച്ചെന്നറിയേ, എന്നാലും എണ്ണി നോക്കാലോ. ഒരു എന്തെങ്കിലും നോക്കണേ. അതൊക്കെ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 8 കഴിച്ച് ചക്കു നോക്കട്ടെ. 1 2 3 4 5 6 7 ഞാൻ വിജയിച്ചേ. ചക്കു 8 കഴിച്ച് ചക്കു വിജയിച്ചിരിക്കുന്നു. വലിയ കാര്യം തന്നെയാണ് കഴിച്ചത്. അവർക്ക് എത്ര 9 വയസ്സായിരുന്നു. 9 വയസ്സ് കഴിച്ചാ അതൊക്കെ പൊളിച്ചു വരഞ്ഞ്. എന്നാലും ഇപ്പൊ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കിടക്കാം.
ഞാൻ ജയിച്ചു. ഞാൻ ഈ ഡെയറി മിൽക്ക് ഒന്ന് ആസ്വദിച്ച് തിന്നാൻ വേണ്ടി ഈ 8 നാരങ്ങ കഴിച്ചത്. ചക്കു നീ 8 നാരങ്ങ കഴിച്ചപ്പോ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? നല്ല പുളിയുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും നാരങ്ങ കഴിച്ചിട്ട് എന്റെ പല്ല് പുളിച്ചുപോയി. ഞാൻ കഴിച്ചേനെ, ഞാൻ ചിലപ്പോ 9 കഴിച്ചേനെ. എന്റെ പല്ലിട്ട് പുളിച്ച് വേദന എടുക്കണം. നിങ്ങൾ കണ്ടല്ലേ എന്റെ ആ ഒരു വാഴക്കൂടെ ചുമയൊക്കെ വന്നിട്ട് പല്ലൊക്കെ ഇപ്പോഴും പൊളിക്കണം. ഫസ്റ്റ് ഞാൻ 10 നേരത്തെ പെട്ടെന്ന് കഴിച്ചു തീർത്തെന്ന് വിചാരിച്ചു. പക്ഷെ റിയൽ ലൈഫിലല്ലേ മനസ്സിലായി. സത്യാണ്. ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ കൊണ്ട് കുറച്ചും കൂടി മേടിക്കായിരുന്നു. ഇതിപ്പോ ഞാൻ ഇത്രയും തീർക്കൊക്കെ ചെയ്യും, ഇതിപ്പോ കുറച്ചും കൂടി മേടിച്ചാൽ മതിയായിരുന്നൊക്കെ ഞാൻ വിചാരിച്ച. പക്ഷെ 6 കഴിച്ചപ്പോൾ തന്നെ 7 6 എത്ര 7 ഉണ്ട്. 7 കഴിച്ചപ്പോ തന്നെ എനിക്ക് മതിയായി. അയ്യോ ഇനി ഇത് കഴിക്കാനൊന്നും പറ്റില്ല. എന്റെ പല്ലൊക്കെ എന്തൊക്കെ പോലെയാണ്, കുളിക്കണം ഇപ്പൊ തന്നെ. ഈ ഒരു ഡെയറി മിൽക്ക് കഴിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചക്കൊരു മിഠായി കൊതിച്ചായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ചക്കൊരു ആ മിഠായും അത് ഫുള്ള് ഇന്ന് ഒറ്റയടിക്കുമ്പോഴത്തേന്ന് കഴിക്കും. അതേപോലത്തെ. എന്നാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവർക്കും വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ ചാലഞ്ചിങ് വീഡിയോസും സാധാ വീഡിയോസും ഒക്കെ വരണമായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.